മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ശരിക്കും ഇത് വർക്ക് ചെയ്യുമോ? അതല്ല ഇതൊരു തട്ടിപ്പാണോ? നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? മാനിഫെസ്റ്റേഷന്റെ മീനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരണം എന്നാണ്. അതായത് നമ്മൾ ആയിത്തീരേണ്ട ഒരു കാര്യം, ഇപ്പോൾ എനിക്കൊരു ഡോക്ടർ ആയിത്തീരണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡോക്ടർ ആയിത്തീർന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതേ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഡോക്ടർ ചിന്തിക്കുന്ന പോലെയൊക്കെ ചെറിയ രീതിയിൽ ചിന്തകൾ കൊണ്ടുവരാം. ഞാൻ ഓൾറെഡി അത് ആയിത്തീർന്നതായിട്ടുള്ള ഒരു ജീവിതശൈലി പതുക്കെ പതുക്കെ ഞാൻ അഡാപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച എത്ര വലിയ കാര്യങ്ങളും നമ്മളിലേക്ക് ഇങ്ങോട്ട് നടന്നു വരും, അല്ലെങ്കിൽ നമ്മളത് ആയിത്തീരും എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷന്റെ ആകത്തുക. ആഗ്രഹങ്ങളിൽ മനസ്സ് വെച്ച് അത് ധ്യാനിച്ച് നടക്കുന്നതിന് പകരം ആ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള ഒരു പ്രോസസ്സിനകത്ത് വിശ്വസിച്ച് ആ പ്രോസസ്സിലൂടെ നമ്മൾ നല്ല രീതിയിൽ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ ആഗ്രഹത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്കൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം മനസ്സിൽ വെച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് മാനിഫെസ്റ്റേഷന്റെ കുറെ ട്രിക്കുകളും സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് അടച്ചിട്ട റൂമിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. പലരും ചോദിക്കാറുണ്ട് ഇതിന്റെ സയന്റിഫിക് എവിഡൻസ് എന്താണ്, ഇത് സയന്റിഫിക്കലി പ്രൂവൻഡ് ആണോ എന്നുള്ളത്. മാനിഫെസ്റ്റേഷനിൽ പറയുന്ന പല ടെക്നിക്കുകളും സയന്റിഫിക്കലി പ്രൂവൻഡ് ആയിട്ടുള്ള ടെക്നിക്കുകളൊന്നുമല്ല. പക്ഷെ നമുക്ക് ബ്രെയിനിന്റെ ചില കാപ്പബിലിറ്റീസ് വെച്ചിട്ട്, അതായത് നിരന്തരം നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് കൂടുതലായിട്ട് പോകും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അയാൾ. എന്റെ മനസ്സിലെ ചിന്തകൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് പോവുക. ഇന്ന് ഞാൻ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് ഞാൻ ഏത് മേഖലയുമായിട്ടാണോ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഒരു റിസൾട്ടാണ് നാളത്തെ എന്റെ പതിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് റാസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേക കാപ്പബിലിറ്റിയാണ്. നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ എന്ത് കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ബ്രെയിനാണ് തീരുമാനിക്കുന്നത്. ബ്രെയിൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിൽ നമ്മൾ ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കുന്നു, അതിനുവേണ്ടി നിരന്തരം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് പോകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് കേട്ടൊരു ഉദാഹരണമായിരിക്കും ഒരു കാറിന്റെ ഉദാഹരണം. നമ്മളൊരു കാർ വാങ്ങിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മളൊരു മാരുതി സ്വിഫ്റ്റ് കാർ വാങ്ങിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. അങ്ങനെ അടുത്ത ആഴ്ചകളിലൊക്കെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയും, എന്തൊരു കഷ്ടമാണിത്, ഞാനൊരു കറുത്ത കാർ അല്ലെങ്കിൽ ഒരു റെഡ് സ്വിഫ്റ്റ് കാർ എടുക്കാൻ നോക്കുമ്പോൾ റോഡിൽ മുഴുവൻ അങ്ങനത്തെ ഒരു കാറാണെന്നുള്ളത്. വേറെ ഏതെങ്കിലും കാർ ആണെന്നുണ്ടെങ്കിലും ആ കാർ കൂടുതലുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും. അത് കാറിന്റെ എണ്ണം കൂടിയത് കൊണ്ടല്ല, നിങ്ങളുടെ ഫോക്കസും നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു കാറുമായി ബന്ധപ്പെട്ട, ആ കാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴും നിങ്ങളിങ്ങനെ അതിലേക്ക് ഫോക്കസ് കൊണ്ടുപോകുന്നു. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു കാപ്പബിലിറ്റിയാണ്, ഒരു കഴിവാണ്. ഈ ഒരു കഴിവിനെ നമ്മൾ നല്ല രീതിയിൽ പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആകത്തുക. പക്ഷെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വലിയ പൈസ കൊടുത്തിട്ട് ഒരു കോച്ചിങ് പ്രോഗ്രാമിന് ചേരണമെന്നോ ഒരു ഗൈഡിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നോ ഒരു നിർബന്ധമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ അടുക്ക് നമ്മൾ നേടിയ പല കാര്യങ്ങളും നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ഗൈഡിന്റെ കൂടെ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു കോച്ചിങ് പ്രോഗ്രാമിന് പോയിട്ടോ ഒന്നുമല്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിൽ നടന്നതാണ്. നമ്മളൊന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ആ ഒരു പ്രോസസ്സിനകത്ത് വലുതും അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ അൺകോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ സ്വമേധയാ ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു എഫേർട്ട് എടുത്തുകൊണ്ട് എനിക്ക് ഇന്നൊരു സാധനം വേണമെന്നുള്ളൊരു ക്ലാരിറ്റിയോട് കൂടി ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് 100% നടക്കുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പല്ലേ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള പരിപാടിയിൽ പറയുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഇത്ര പോപ്പുലർ ആക്കാൻ കാരണമായിട്ട് സീക്രട്ട് എന്ന് പറഞ്ഞ റോണ്ട ബയന്റെ ഒരു പുസ്തകമാണ്. അതുപോലെ റോക്സി നെഫോസിയുടെ മാനിഫെസ്റ്റേഷൻ എന്ന പുസ്തകങ്ങൾ, ഇത്തരം ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മാത്രമാണ് എനിക്ക് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത്തരം പുസ്തകങ്ങൾ വായിക്കാം. ഇതിന്റെ ഓതേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതാണ്. കാരണം മനുഷ്യന്റെ ഇമോഷൻസിനെ വെച്ചുകൊണ്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള റീച്ചും നല്ല രീതിയിലുള്ള അറ്റൻഷനും കിട്ടും. ഇപ്പൊ തന്നെ പല ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷന്റെ ബാക്കിലും മാനിഫെസ്റ്റേഷന്റെ ബാക്കിലൊക്കെ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണി എടുക്കാതെ കൂടുതൽ എഫേർട്ട് എടുക്കാതെ പണം സമ്പാദിക്കാം ഇത്തരം കോട്ടുകളൊക്കെ കണ്ടുകൊണ്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് എത്തിച്ചേരും, ഇങ്ങനെയുള്ള പല കോട്ടുകളും കണ്ടിട്ടാണ് പല ആൾക്കാർ ഇതുമായിട്ട് അട്രാക്റ്റഡ് ആവുന്നത്. അങ്ങനെയല്ല, നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കണം. ആ എഫേർട്ടിനെ കുറച്ചും കൂടെ ഈസി ആക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറെ മിത്തുകളും ആളുകളെ കുഴപ്പത്തിലാക്കുന്ന കുറെ കാര്യങ്ങളും ഉണ്ട്. ലോട്ടറി ടിക്കറ്റ് അടിച്ചതിന് ശേഷം ആ ഒരു ടിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ പറ്റിക്കുന്ന കുറെ വീഡിയോകളും മറ്റൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് വിശ്വസിക്കാം. ഞാൻ വ്യക്തിപരമായിട്ട് അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്ര വലിയ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ
ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണോ ആ ഒരു ചെറിയ കാര്യം നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് വലിയൊരു മില്യണർ ആവണം, വലിയൊരു ബിസിനസ്സുകാരനാണോ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ നോക്കുക. നിങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല കയ്യിൽ, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അത്തരം പുസ്തകങ്ങൾ വായിക്കാം, അറിവുകൾ ശേഖരിക്കാം, അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ അറിയാതെ തന്നെ വരും. നമ്മൾ എന്ത് അഫർമേഷൻസ് ആണോ നമ്മൾ ബ്രെയിനിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ബ്രെയിൻ്റെ ഫോക്കസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പോവുക. അത് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടായിപ്പോ തട്ടിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു കോൺസെപ്റ്റും അത് ബ്രെയിനുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇനിയും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് പരിഗണിക്കാവുന്നതാണ്.